ഞാൻ പൊന്നാണാൻ പോയപ്പോൾ ഇതേപോലെ ഓട്ടോ ഡ്രൈവർ എന്ന് പറഞ്ഞ ഒരുപാട് പെൺകുട്ടികൾ എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. കഴിച്ചല്ലോ അവസാനം എങ്ങനെ കഴിച്ചത്? ഞാൻ വിളിച്ചിറക്കി കൊണ്ടതാ, നേരെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. അല്ലാതെ നമുക്ക് പെണ്ണിട്ടൂലാന്ന്. അനക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കിക്കോളൂ. നാണുമാൻ ഉൾപ്പം വേണം, ഉണ്ണീനെ കിട്ടൂല. ആ പെണ്ണി അച്ഛനമ്മ ഉണ്ടാവും, അവർ സങ്കടം ആലോചിച്ചോ. ഉണ്ണി അങ്ങനത്തെ മോശം പരിപാടിക്ക് നിൽക്കൂല, അന്തസ്സായി പെണ്ണു വയ്ക്കും. പറ്റുവാ? തൻ്റെ നല്ല മനസ്സാണ്ടാൻ്റെ അതാണ്. അനക്ക് കിട്ടും, ഈ കാത്തൊരു നല്ലൊരു കുട്ടീനെ കിട്ടും. പിന്നെ ഇയ്യേ വല്ലാണ്ട് വിഷമിക്കരുത്. ഇപ്പൊ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇവിടെ ജീവിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പൊ നമ്മൾ അബ്ദുൽ കലാം ഇപ്പൊ കല്യാണം കഴിച്ചില്ലല്ലോ. ഓരാരാന്നോ? എടാ അബ്ദുൽ കലാമാണോ പ്രായ രാഷ്ട്രപതി. മൂപ്പര് കല്യാണം കഴിച്ചില്ല. മൂപ്പര് കൊലേ കാലം സുഖമായിട്ട് ജീവിച്ച് മരിച്ചു. അതിനുശേഷം വാജ്പേയി കല്യാണം കഴിച്ചിട്ടുണ്ടോ? സുകുമാർ ആയിക്കോട് കല്യാണം കഴിച്ചിട്ടുണ്ടോ? എന്തിന് ഐസക് ന്യൂട്ടൺ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഐസക് ന്യൂട്ടൺ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലേ മൂപ്പർക്ക് ആ പയ്യെ കണ്ടുപിടുത്തൊന്നും ഭാര്യ സമ്മതിക്കൂല ആപ്പിൾ വീണോന്ന് പോയി നോക്കാൻ. നിങ്ങൾ കല്യാണം കഴിച്ചോ? ഞാൻ കഴിച്ചതാ. ഉണ്ടത് കല്യാണം കേൾക്കാത്തതിന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. കല്യാണം കഴിച്ചതിന്റെ വിഷമം എനിക്കും മനസ്സിലാവില്ല. മൊയ്തുക്ക, കള്ളു കുടിക്കുന്നവനി, കഞ്ചാവ് അടിക്കുന്നവനി, പെണ്ണ് കുടിക്കുന്നവനി, ഓനടക്കം പെണ്ണ് കുടിക്കുന്നവന് എന്തിനാണ് പെണ്ണ്? എനിക്ക് ഇപ്പോൾ തിരിഞ്ഞിട്ട ഇവർക്ക് ഒരു പ്രശ്നമില്ല. അവർക്ക് എത്ര വേണം കല്യാണം കഴിക്കാം, രണ്ടാമതും കല്യാണം കഴിക്കാം, പെണ്ണിട്ടു. അന്തസ്സായി ജീവിക്കുന്നവനിടെ പെണ്ണില്ല. മൊയ്തുക്ക ഇത് ഒന്നും വിഷമിക്കണ്ട, അന്റെ മനസ്സ് നല്ലതാ. അതുകൊണ്ട് അനക്ക് പെണ്ണ് കിട്ടും. എന്ത് മനസ്സ്? താലിമാല ഏടെങ്കിലും ഒരു പെണ്ണെ കണ്ട അപ്പൊ എടുത്ത് ഇടാൻ വേണ്ടി ഒരു താലിമാല വരെ ആക്കി വെച്ചിട്ട്. എത്ര പൗണ്ടർ അത്? 5. ഞാൻ 1.5 പൗണ്ട് എന്റെ വാരി കെട്ടി. നമുക്കൊരു അന്തസ്സുണ്ടല്ലോ. അല്ല ഇതിപ്പോ ഒരാഴ്ചത്തേക്കൊക്കെ റോൾ ചെയ്യാൻ വേണമെങ്കിൽ എന്റെ ഒരു അവസ്ഥ ആലോചിച്ചു. ഞാൻ എന്താക്കട്ടെ? ഇങ്ങനെ പറ. ഇത് ഒന്നുകൊണ്ട് ബേജാറാവണ്ട, എന്റെ കാര്യം എങ്ങനെയെങ്കിലും ഞാൻ ശരിയാക്കി തരും. ബുദ്ധിയുള്ളൊരു പെണ്ണും സൗന്ദര്യമുള്ള ഞാനും ഒന്ന് ചേർത്താല് കല്യാണം കഴിച്ചാൽ ഒരു നല്ല കുട്ടി ഉണ്ടാവുമല്ലോ. അല്ല അങ്ങനെ മാത്രം ചിന്തിക്കരുത്. ഈ ഒന്ന് തിരിച്ചു ചിന്തിച്ചു നോക്ക്. അന്റെ ബുദ്ധി ഉള്ള സൗന്ദര്യം ആ കുട്ടീന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല അജ്ജിപ്പെടുന്ന വരുന്നേ. ഞാൻ തെങ്ങുമോ കയറാൻ പോയത്. അപ്പൊ ഈ ഡ്രസ്സിലാ പോയത്? ആ ഡ്രസ്സൊക്കെ കൈമേലുണ്ട് അല്ലേ? നോക്ക്, നിന്റെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവും. ഞാനൊരു വഴി നോക്കട്ടെ, അണ്ണ ഒന്ന് കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? എന്ത് വൈ? വയ്യൊക്കെ ഉണ്ടാ, എന്തെങ്കിലുമൊക്കെ വഴി തെളിയും. ഒന്നും ഇല്ലാത്തവന് ഒരു വയ്യാണ് തെളിയും. ഞാൻ പോട്ടെ, നാളേക്ക് ഒരു അർജന്റ് ഓട്ടം ഉണ്ട്, സ്കൂൾ കൂടെ എടുക്കാണ്ട്. ശരി, ഈ ഇങ്ങനെ നിൽക്കല്ലേ, ഞാൻ വരെ പോകുന്നത്. ചെല്ലേ. അച്ഛാ, മരുന്ന് കഴിക്കാനായി. പതി എണീക്ക്. മറിമായം